ഖനനത്തിന് ശേഷം ഉപേക്ഷിക്കുന്ന ക്വാറികൾ മരണക്കെണിയാകുന്നു. ക്വാറികളിലെ കുളങ്ങളിൽ വീണ് ജീവൻ നഷ്ടമായവർ ഏറെയാണ്. മഴക്കാലമായതോടെ അപകട ഭീഷണിയും വർദ്ധിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് 76 ക്വാറികൾ. 1 ഹെക്ടറിലധികം വിസ്തീർണമുള്ള 44 കരിങ്കൽ ക്വാറികളും 1 ഹെക്ടറിൽ താഴെയുള്ള 32 ക്വാറികളുമുണ്ട്. എന്നാൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾ ഇതിൻ്റെ 3 ഇരട്ടി വരും. ഖനനം നടന്ന് ഉപേക്ഷിക്കപ്പെട്ടവയുടെ കൃത്യമായ എണ്ണം ഇല്ലതാനും. പാറമടകൾക്കും അവയിലെ കുളങ്ങൾക്കും ചുറ്റും ഉറപ്പും ഉയരമുള്ളതുമായ സുരക്ഷാവേലിയോ കമ്പിവേലിയോ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്താ ചോദിച്ചാൽ റോഡിൽ കൂടെ പോകുന്ന ആളുകൾ വാഹനം നിർത്തി ഇതിന് സൈഡിൽ നിന്ന് സെൽഫി എടുക്കലും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കലൊക്കെ തന്നെ തകൃതിയായി നടക്കുകയാണ്. അത് രാത്രിയില്ല പകലില്ലാതെ നടക്കുന്നു. ഇതൊക്കെ തന്നെ വലിയ അപകടമുണ്ട്. എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ ഇതിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും. 4 ആളുകളുടെ ജീവൻ പൊലിഞ്ഞ സ്ഥലമാണത്. 4 ആളുകൾ ഇതിൽ വെള്ളത്തിൽപ്പെട്ട് മുങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇത് വീണ്ടും വലിയ പ്രശ്നം ഉണ്ടാകുമെന്നതിന് യാതൊരു തർക്കമൊന്നുമില്ല. സംസ്ഥാനത്ത് 5000-ലധികം അനധികൃത ക്വാറികൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. 427 ക്വാറികളാണ് അനുമതിയോടെ പ്രവർത്തിക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്ന ക്വാറികളിൽ പൊതുജനങ്ങളും മറ്റും പ്രവേശിക്കാതിരിക്കാനും അപകടം ഒഴിവാക്കാനും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന നിബന്ധന പോലും പാലിക്കപ്പെടുന്നില്ല. മഴക്കാലമായതോടെ ഉപേക്ഷിച്ച ക്വാറികളിലും അപകട സാധ്യത വർദ്ധിക്കുകയാണ്. പാലക്കാട് കല്ലടിക്കോട് കഴിഞ്ഞ ദിവസം 2 യുവാക്കളുടെ ജീവനാണ് ഉപേക്ഷിച്ച ക്വാറിയിൽ വീണ് പൊലിഞ്ഞത്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.